ഹായ്, തറവാട്ടിലെ നാഗപ്പാട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടാൻ ഇത്രയും വൈകാനുള്ള കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണുന്നത് ആ ഒരു നാഗപ്പാട്ടിൻ്റെ അനുബന്ധിച്ചായിരുന്നു. പക്ഷെ ഇത്രയും ദിവസം കഴിഞ്ഞത് വീണ്ടും കാണുമ്പോൾ നമുക്കൊരു പുതുമ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് ഇത് സെക്കൻഡ് പാർട്ട് ഞാൻ കുറച്ച് വൈകി ഇടാമെന്ന് വിചാരിച്ചത്. ഒരു നാഗപ്പാട്ട് മഹോത്സവം നമ്മളെ തറവാട്ടിൽ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് പേരുടെ സഹായം വേണം കേട്ടോ. എല്ലാവരുടെയും കൂടി ചേർന്നുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ ആവുമ്പോഴാണ് അത് മുഴുവനാവുകയുള്ളൂ. ഈ കാണുന്ന 4-5 ദിവസം മാത്രമല്ല കേട്ടോ, ഇതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങും. അപ്പോൾ ഇന്നിപ്പോൾ നാഗപ്പാട്ടിൻ്റെ 2ാമത്തെ ദിവസമാണ്. പതിവ് പോലെ തന്നെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാതെ എല്ലാവരും ഓരോ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് എല്ലാവരും കൂടി ചേരും കേട്ടോ. തറവാട്ടിലുള്ള എല്ലാവരും എത്തും. നാഗപ്പാട്ടിൻ്റെ സമയത്തുള്ള പൂജയ്ക്ക് ഒരുപാട് തുളസിയിലയും തെച്ചിപ്പൂവും ഒക്കെ വേണം കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ വീട്ടിലും പോയിട്ട് അത് പറിച്ചുകൊണ്ട് വരെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും പൂവും ഇലകളൊന്നും എവിടെയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് നന്നാക്കുന്നത്. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൂട്ടം പൂക്കളും ഇലകളൊക്കെ. പിന്നെ ചെയ്യേണ്ടിയിരുന്ന കാര്യം നെല്ല് വറുത്തിട്ട് അത് മലരാക്കി എടുക്കലാണേ. അത് കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി 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 മലരാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു നാഗപ്പാട്ടിൻ്റെ സമയത്ത് എല്ലാവരും അധികവും ലീവൊക്കെ എടുത്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. രാത്രി ആവുമ്പോഴേക്കും പൂജയുടെ സമയത്തേക്ക് എല്ലാം ഒരുക്കി റെഡി ആക്കണം. ചെറുപ്പം തൊട്ടേ ഇത്തരത്തിലുള്ള ആചാരങ്ങളും ഒരുക്കങ്ങളൊക്കെ കണ്ടു വളർന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഇതൊരു പ്രത്യേക വിശ്വാസമായിട്ട് കൂടിയത്. അപ്പോൾ കുടുംബത്തിലുള്ള ദോഷങ്ങളും തടസ്സങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്നതാണ് പൊതുവിലുള്ള വിശ്വാസം കേട്ടോ. ഇവിടെ പൂജയ്ക്ക് വേണ്ട പൂക്കൾ കെട്ടി കൊടുക്കുന്നത് തന്നെയാട്ടോ. നല്ല വൃത്തിയിൽ കെട്ടിയിട്ട് മാല പോലെ ആക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് രാത്രിയിലേക്കാണ് ഇനി ആവശ്യമുള്ളത്. അപ്പോൾ രാത്രിയിലേക്കുള്ള ഒരുക്കങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ തന്നെ തുടങ്ങും കേട്ടോ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മുടെ പുള്ളുവൻ രാമകൃഷ്ണേട്ടനും പിന്നെ അതുപോലെ അവരുടെ കൂടെയുള്ളവരൊക്കെ എല്ലാവരും കൂടി ചേർന്നിട്ട് ബാക്കിയുള്ള കളം വരയ്ക്കാനൊക്കെ തുടങ്ങും. മഞ്ഞളും ചുണ്ണാമ്പും കൂടി കൊടുത്തിട്ടില്ലേ? മഞ്ഞളും ചുണ്ണാമ്പും ചുണ്ണാമ്പ് ഇവിടെ ഉണ്ട്, മഞ്ഞളും അവിടെ ഉണ്ട്. അതെ. ഒരു ദിവസം തന്നെ നമുക്ക് 2 കളമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അധികവും ഓരോ വഴിപാടായിട്ട് കിട്ടുന്നതാണ്. കുട്ടികൾ ഉണ്ടാവാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കളത്തിന് ചുറ്റും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും കേട്ടോ. പിന്നെ അടുത്ത വർഷം അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഒരു കളം വഴിപാടായിട്ട് നേർന്നിട്ട് നടത്തും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവരിതാ വരച്ച് മുഴുവനാക്കി കഴിയുമ്പോൾ നമുക്ക് ആ കളം കാണാൻ എന്തു ഭംഗിയാണെന്നറിയോ. പിന്നെ ഈ കളം പാട്ട് നടത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് പൂജ ഉണ്ടായിരിക്കും കേട്ടോ. കളം പൂജ ഉണ്ട്. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളം പൂജ കഴിഞ്ഞാൽ പിന്നെ തിരി കൊണ്ട് ഒഴിഞ്ഞിട്ട് നമ്മുടെ മേലുള്ള ദോഷങ്ങളൊക്കെ അകലെ കളയുക എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ കളത്തിലേക്ക് ഇരുത്തും. കളത്തിലിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാട്ട് തുടങ്ങും. പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ കളം വായിക്കും. കളത്തിൽ കുട്ടികളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല. അങ്ങനെ ചെയ്യാനും പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് സാധാരണ എല്ലാ ദിവസവും സംഭവിക്കാറുള്ളത്. ഇതിലുള്ള ഏറ്റവും രസമുള്ള കാര്യം പറയട്ടെ. ചില ദിവസങ്ങളിൽ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ട് 2ാമത്തെ പാട്ട് തുടങ്ങാൻ കുറേ നേരം എടുക്കും കേട്ടോ. പിന്നെ അത് തുടങ്ങിയിട്ട് പിന്നെ കഴിയാനും കുറേ നേരം എടുക്കും. പുലർച്ചെ 4 മണി 5 മണി ആ ഒരു സമയം വരെയൊക്കെ കുട്ടികളപ്പം ഉണ്ടാവും ഉറങ്ങാതിരുന്ന് കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നു.
അങ്ങനെ ഈ തിരിയൊഴിച്ചിൽ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കളത്തിലിരുത്തിയിട്ട് പിന്നെ പാട്ടൊക്കെ തുടങ്ങി. പാട്ടൊക്കെ കളൊക്കെ മായ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ ആമി അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ട്. ബാക്കി കുട്ടികളെ പോലെയല്ലല്ലോ. ആമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോൾ ഉറക്കം വന്നാലും ഞങ്ങൾ അവിടെ കിടന്നുറങ്ങും. അതിനിപ്പോൾ എവിടെ ആയാലും നോക്കണ്ട. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇനി 4ാമത്തെ ദിവസത്തെയാണ്. 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിക്കിടിയുടെ ദിവസമാണ്. അത് രാവിലെയാണ് ഉണ്ടാവുക കേട്ടോ. രാവിലെ ഈ കരിക്കിടി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അടുത്തുള്ളവരെല്ലാവരും ഉണ്ടാവും കേട്ടോ കാണാനൊക്കെ. തുരിശും മഞ്ഞളും കൂടി കലക്കി വെച്ചിട്ടുണ്ടാവുകയെ. ആ കലക്കി വെച്ചിട്ടുള്ള വെള്ളം അവിടെ കളത്തിലിരുന്നിട്ടുള്ള കുട്ടികളും അതുപോലെ ദർശനം കിട്ടിയിട്ടുള്ളവർക്കൊക്കെ പിന്നെയും ദർശനം കിട്ടിയിട്ട് അവർ മേലേക്ക് ഒഴിക്കുകയും അതേപോലെ ബാക്കിയുള്ളവരുടെ മേലൊക്കെ കൊണ്ടുവന്നിട്ട് ഒഴിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവരിങ്ങനെ വെള്ളം ഒഴിച്ച് കുളിക്കും. ആ വെള്ളം നമ്മുടെ മേലിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം കേട്ടോ. ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടോ? ഫോണിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നമ്മുടെ സർപ്പക്കാവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് നടത്താറുള്ളത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പന്തലിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. പന്തലിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പാട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ ഈ നാവൂറ് പാടുക എന്നുള്ളൊരു ചടങ്ങില്ലേ, ആർക്കൊക്കെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഒരാളിപ്പോൾ പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് നമുക്ക് വരുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരാൾ നീ വലിയതാണല്ലോ നീ ചെറുതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളൊക്കെ ഇതേപോലെ പാടി തീർക്കുക എന്നാണ് അതിൻ്റെ ഐതിഹ്യം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂട്ടപ്രാർത്ഥന ഉണ്ട് കേട്ടോ. എല്ലാവരും വന്ന് കളത്തിന് ചുറ്റും വന്ന് പ്രാർത്ഥിച്ച് ദക്ഷിണ വയ്ക്കുന്ന ഒരു ചടങ്ങ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പന്തൽ അഴിച്ചു മാറ്റാനുള്ള ഒരുക്കങ്ങളും പൂജകളൊക്കെ നടക്കുകയെ. പന്തലിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പന്തൽ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു സങ്കടമായിട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടണമെങ്കിൽ അടുത്ത വർഷം ആവണ്ടേ എന്നുള്ള ചെറിയൊരു സങ്കടം. അമ്മയ്ക്ക് പീഠത്തിന്റെ മുകളിൽ പട്ട് വെക്കുക, മധുരം കൊണ്ടുപോകണ്ട്, അവിടുന്ന് കഴിക്കുക, കഴിച്ചിട്ട് അല്പം കൂടെ കൊണ്ടുവരാം, പീഠം വെക്കുക, പീഠത്തിന്റെ വലതുഭാഗത്ത് വിളക്ക് വെക്കുക. നമ്മുടെ കാരണവന്മാരൊക്കെ ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ചിലപ്പോൾ നമ്മുടെ കുടുംബം ഒന്നിച്ച് ചേർന്ന് ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ. അതുവരേക്കും ടാറ്റാ ബൈ.